ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പർപ്പിൾ ലില്ലീസ്. നമ്മളിപ്പോൾ ഉള്ളത് ഗലീലിയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ മാതാവിന് മംഗളവാർത്ത ലഭിച്ച പള്ളിയുടെ ഫ്രണ്ടിലാണ്. പള്ളിയുടെ മെയിൻ ഡോർ എപ്പോഴും ക്ലോസ്ഡ് ആണ് കേട്ടോ. പള്ളിയുടെ അടുത്ത സൈഡിലായി ചെറിയൊരു വാതിലുണ്ട്, അതിൽ കൂടെ നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഇവിടെ 3 ലാംഗ്വേജസിലായിട്ട് ഇവിടുത്തെ ചരിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇവിടെ മലയാളം മാസം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രോട്ടോ ഉണ്ട്. പിന്നെ പള്ളിയുടെ ഫ്രണ്ട് പോർഷനിൽ വെങ്കലത്തിൽ നിർമ്മിച്ച ഈശോയുടെ 2 പ്രതിമകളും പിന്നെ ഗബ്രിയേൽ മാലാഖയുടെയും അതേപോലെ തന്നെ സുവിശേഷകന്മാരുടെയും പിക്ചേഴ്സ് അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതേപോലെ അവിടെ ലാറ്റിൻ ലാംഗ്വേജസിൽ അവിടെ ആവേ മരിയ എന്നും വചനം മാംസമായി എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് അവിടെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ലോകമെമ്പാടും മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെ പിക്ചേഴ്സ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മുടെ കുറവിലങ്ങാട് മുത്തിയുണ്ട് കേട്ടോ. അതേപോലെ ഈ പള്ളിയുടെ മെയിൻ കവാടത്തിൽ ഈശോയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ അവിടെ റെസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പള്ളിയുടെ ഉള്ളിലോട്ട് കടക്കുമ്പോൾ നമുക്ക് പള്ളിയുടെ ചരിത്രം ഒന്ന് നോക്കാം. 1969 ഈ ബസിലിക്ക സ്ഥാപിച്ചത്. പുരാവസ്തു തെളിവ് പ്രകാരം AD 3-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായി പള്ളി നിർമ്മിച്ചത്. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞിയാണ് രണ്ടാമത് ഈ പള്ളി നിർമ്മിച്ചത്. അത് AD 614 പേർഷ്യക്കാർ നശിപ്പിച്ചിരുന്നു. അതിനുശേഷം കുരിശുയുദ്ധക്കാർ ഇവിടെ ബസിലിക്ക സ്ഥാപിച്ചു. അതും നശിപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഇവിടെ ശൂന്യമായിരുന്നു. 1730 വരെ ഇവിടെ ശൂന്യമായി കിടന്നു. 1950 ഫ്രാൻസിസ്കൻ സഭക്കാർക്ക് ഇവിടെ പള്ളി നിർമ്മിക്കാൻ അനുവാദം ലഭിച്ചത്. ഇറ്റാലിയൻ ആർക്കിടെക്റ്റായ ജിയോ വന്യമേസിയോ ആണ് ഇവിടെ ഈ ചർച്ചിന് ഈ ബസിലിക്കയ്ക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും മുകളിലെ പോർഷനിൽ AV എന്നുള്ളൊരു സ്ട്രക്ചറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് റിസംബിൾ ചെയ്യുന്നത് ആവേ മരിയ എന്നാണ്. അതേപോലെ തന്നെ ഇവിടെ ഇതിൽ മെയിനായിട്ട് കാണിക്കുന്ന അവിടെ ഒരു ഓൾട്ടർ നമുക്ക് കാണാം. ആ ഓൾട്ടറിൻ്റെ ഫ്രണ്ടിലുള്ള സ്മോൾ പോർഷനാണ് അത് മാതാവിന് മംഗളവാർത്ത ലഭിച്ച ആ സ്ഥലമായിട്ട് കരുതുന്നത്. ആ ഓൾട്ടറിനൊരു പ്രത്യേകതയുണ്ട്. ആ ഓൾട്ടറിന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ അവർ അതിൻ്റെ ഫ്രണ്ടിൽ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് വചനം മാംസമായി എന്ന് ലാറ്റിൻ ലാംഗ്വേജിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് പഴയ നൂറ്റാണ്ടുകളിലെ പല അവശിഷ്ടങ്ങളും അവിടെ പ്രിസർവ് ചെയ്ത് അങ്ങോട്ട് ആരും കടക്കാത്ത വിധത്തിൽ ഗ്രില്ല് ചെയ്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1969 ഈ പള്ളി നിർമ്മിച്ച പള്ളി അന്ന് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പള്ളി ആയിട്ടായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കണ്ടോ, ഇതാണ് AV എന്നുള്ള മോഡൽ ആവേ മരിയ. ഇതിൻ്റെ മുകളിൽ ആ താഴികക്കൂട ബ്ലൂ കളറിലുണ്ട്. അവിടെ താഴികക്കൂടം ഉണ്ട്. ആ താഴികക്കൂടത്തിന് ഒരു ലില്ലിപ്പൂവിൻ്റെ മോഡലിലാണ് അവർ ആ താഴികക്കൂടം പണിത് വെച്ചിരിക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നസ്രത്തിലെ ലില്ലി എന്നായിരുന്നു മാതാവിനെ വിളിച്ചുകൊണ്ടിരുന്നത്. സോ അതിനെ റിസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ അവർ രൂപകൽപ്പന ചെയ്യിപ്പിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. താങ്ക് യു സോ മച്ച്.